നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു വിഷയം ഭാരതത്തിൻ്റെ ആത്മജ്ഞാനം, ആത്മബോധം. എന്താണ് ഇത് പറയുന്ന ഒരു സവിശേഷത? 2-3 കാര്യങ്ങൾ മാത്രമാണ് വളരെ പ്രധാനമായി പറയുന്നത്. ഒന്ന്, ജീവൻ്റെ തുടർച്ച. ജീവൻ്റെ തുടർച്ച എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കേട്ട് പഴകിയ ഒരു വാക്കാണ് ഈ മുൻജന്മം. ഇനിയും ജന്മമുണ്ട്, മുൻജന്മമുണ്ട് എന്ന് പറയുന്ന ഒരു പദം. അത് ജീവൻ്റെ ഒരു തുടർച്ചയാണ്. നമുക്ക് വിശദമായി പറയാം. അപ്പോൾ ജീവൻ്റെ തുടർച്ച അല്ലെങ്കിൽ പുനർജന്മം. രണ്ടാമതായി പറയുന്ന കാര്യം ആത്മാവ്. മനുഷ്യന് ശരീരം തന്നെ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഭൂമി, ആകാശം, വായു, വെള്ളം, അഗ്നി തുടങ്ങിയ പഞ്ചഭൂതങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് മനുഷ്യൻ്റെ ശരീരം. എന്തെല്ലാം ഭൂമിയിലുണ്ടോ അത് തന്നെ മനുഷ്യ ശരീരത്തിലുമുണ്ട്. ഭൂമിയിൽ 70% വെള്ളം, മനുഷ്യ ശരീരത്തിലും 70% ജലമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ഞരമ്പുകളും ഒക്കെയാണ് നദികളെന്ന് പറയുന്നത്, തോടുകളും ഒക്കെ വെള്ളത്തിനൊഴുകാൻ. അതുപോലെ മനുഷ്യ ശരീരത്തിലുമുണ്ട്. എന്താണ് ഭൂമിയുടെ ഘടന? അത് തന്നെയാണ്. ഭൂമിക്ക് ഡൈനാമിസം ഉണ്ട്, മനുഷ്യനും കൃത്യമായ ഡൈനാമിസം ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം ഈ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വിശ്വാസം. ശരീരം കഴിഞ്ഞാൽ, അത് വിശ്വാസമല്ല, ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരം കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കഴിഞ്ഞാൽ പിന്നെയാണ് കഥ മാറുന്നത്. ലോകമാകെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ശാസ്ത്ര കാര്യന്മാരെന്നൊക്കെ പറയുന്നത് മനസ്സും ശരീരവുമാണ് ഉള്ളത്. എന്നാൽ മൂന്നാമതൊരു വസ്തുവുണ്ട്. ഇനിയും ഗവേഷണങ്ങൾ നടന്ന് പൂർത്തീകരിക്കാത്ത മൂന്നാമത്തെ കാര്യമാണ് ജീവൻ. ഒരാളിന് നമ്മൾ പറയാറുണ്ട് ജീവൻ പോയപ്പോഴാണ് മരിച്ചത്. അതിൽ ആധുനിക കാലത്തൊരു സത്യവുമുണ്ട്. കാരണം മനുഷ്യർ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ബോഡി വീക്കായി കഴിയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് ഓക്സിജനും പുറത്തു നിന്ന് എനർജിയും വൈറ്റമിനും അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ബോഡിയിൽ കടത്തിവിട്ടാൽ ജീവൻ വെപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജീവൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പോൾ അവിടെയും തീരുന്നില്ല അന്വേഷണം. ആത്മാവ് എന്നൊരു ഘടകം കൂടി ഉണ്ട് എന്ന് അടുത്ത ചിന്ത വരുന്നു. ഈ ആത്മാവിനെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്തിടയിൽ അമേരിക്കയിലെ ഒരു ഡോക്ടറുടെ പഠനവും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം. ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം, ജീവൻ, മനസ്സ് തന്നെ പല ഘടകങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് പിന്നെ പറയാം. അത് കഴിഞ്ഞിട്ടാണ് ആത്മാവുണ്ട് എന്നും. അപ്പോൾ മനുഷ്യന് ആത്മാവുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ആത്മാവുണ്ടോ? അടുത്ത അന്വേഷണമാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ജീവൻ്റെ തുടർച്ചയുണ്ട്, അതായത് പുനർജന്മമുണ്ട്. ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. രണ്ടാമത് ആത്മാവുണ്ട്, അപ്പുറം ആത്മാവ് കൂടെയുണ്ട്. മൂന്നാമതാത്ത കാര്യമാണ് മോക്ഷം എന്നൊരു കാഴ്ചപ്പാട് കൂടി പറയുന്നത്. അപ്പം നമ്മൾ ആത്മബോധം എന്ന് പറയുന്നതിനകത്ത്, മനുഷ്യൻ്റെ ആത്മബോധത്തിനകത്ത്, ആത്മജ്ഞാനത്തിനകത്ത്, അഹംബോധത്തിനകത്ത് ഈ 3 ഘടകങ്ങൾ കൂടി സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഒരു സ്പിരിച്വാലിറ്റി ആവുന്നത്. ഋഷീശ്വരന്മാരും അതുപോലെ തന്നെ ആചാര്യന്മാരും ഗുരുക്കന്മാരുമൊക്കെ വലിയ ശാസ്ത്ര അന്വേഷകരായിരുന്നു. അവർ അന്വേഷിച്ച് ദൃഷ്ടാന്തങ്ങളിലൂടെ, മനനത്തിലൂടെ, അവരുടെ മാനസികമായ സംഘർഷങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. ഇതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 ഘടകങ്ങൾ. ഒന്ന് ജീവൻ്റെ തുടർച്ച, 2 ആത്മാവ്, 3 മോക്ഷം. ജീവൻ്റെ തുടർച്ചയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എന്താണ് ജീവൻ്റെ തുടർച്ച? ഭൂമി ഉണ്ടായത് എങ്ങനെയെന്നും അല്ലെങ്കിൽ ഭൂമിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ശാസ്ത്ര വിഷയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ തുടക്കം എങ്ങനെയാണ്, ഇത് ഒടുക്കം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇനിയും വരേണ്ടതുണ്ട്. എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടാണ് ഈ യാത്ര? നാം പറയാറുണ്ട് ഭൂമിയിൽ അധികമൊന്നും പുതിയതായി ഓരോ ദിവസം ഉണ്ടാകുന്നില്ല. ഉള്ളതിവിടെ ഉണ്ട്. അത് മാറ്ററാണ്, എനർജിയാണ്, സ്പേസാണ്. ഇത് നമ്മൾ പറയാറുണ്ട്. ഇലക്ട്രോണാണ്, പ്രോട്ടോണാണ്, ന്യൂട്രോണാണ്, ആറ്റമാണ്, തന്മാത്രയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ജീവൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ ഭൗതിക ശരീരവും മരിച്ചു പോയാൽ, അല്ല അന്തരിച്ചു പോയാൽ, ചത്തുപോകാമെന്ന്, പണ്ട് ചത്തുപോകാമെന്നാണ് പറഞ്ഞത്. ചത്തുപോകാമെന്നുള്ള സത്ത് പോകുമെന്നാണ് എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ സത്തെന്ന് പറയുന്നത് ഈ ജീവാത്മാവാണ്, അല്ലെങ്കിൽ ഈ ജീവൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യർ അവരുടെ ഭൗതിക ശരീരം വിട്ട് പോയി കഴിഞ്ഞാൽ, ഭൗതിക ശരീരം അടക്കിക്കഴിഞ്ഞാലും അത് ഇലക്ട്രിക്കൽ
ശ്മശാനത്തിൽ അടക്കിയാൽ പോലും കുറേ ഗ്യാസും പൊടിയും എല്ലാം ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം വീണ്ടും അന്തരീക്ഷത്തിലും ഭൂമിയിലും മണ്ണിലും ഒക്കെ ചേരുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ, പാർട്ടിക്കിൾസ്, തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ജീവൻ, അത് മനുഷ്യരാകാം, പക്ഷികളാകാം, മൃഗങ്ങളാകാം, ചെടിയാകാം, എന്തുവാകാം, ഏതെങ്കിലും ഒരു ജീവന് അത് ഉപോത്ബലകമായേക്കാം. അതുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞത്, ചിലപ്പോൾ അടുത്ത ജന്മം പുഴുവായും പുല്ലായും പാമ്പായും പഴുതാരയായും സിംഹമായും കഴുതയായും പല രൂപത്തിൽ ജനിക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു സാമാന്യ യുക്തി അതാണ്. മനുഷ്യ ശരീരം വിട്ടുപോയാലും, ജീവൻ മനുഷ്യൻ്റെ ശരീരം വിട്ടുപോയാലും, ജീവൻ എന്ന സങ്കല്പവും മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളും ഈ ഭൂമിയിൽ പല രൂപത്തിലുണ്ടാവും. അത് അടുത്ത ജീവനുകൾക്ക് കാരണമാകും. അപ്പോൾ ജീവൻ്റെ ഒരു തുടർച്ച ഉണ്ട്. പുനർജന്മത്തെ സംബന്ധിച്ച് അപ്പോൾ ഈ ജീവൻ്റെ തുടർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഓരോ മനുഷ്യർ ഓരോ ജീവനെയും നമ്മൾ ഇവിടെ വന്ന് ജനിക്കുന്നതിന് ജന്മം എന്നാണ് പറയുന്നത്. ഓരോ ജന്മവും എങ്ങനെയാണ്? നമുക്ക് ചില അത്ഭുതങ്ങളുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടിയത്? സ്വാമി വിവേകാനന്ദനൊക്കെ ചോദിക്കുന്നുണ്ട്. യേശുദേവൻ, ആദിശങ്കരൻ, അതുപോലെ ഗുരുദേവൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, വന്നുപോയ ആചാര്യന്മാർ, ഗുരുക്കന്മാർ. ഇവർ ഒരു ചെറിയ ജീവിതം കൊണ്ട് 10-30 വർഷത്തെ അല്ലെങ്കിൽ 40 വർഷത്തെ ജീവിതം കൊണ്ട് ഇത്രയും മഹത്തായ കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവർക്കൊരു മുൻപൊരു ജന്മം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും പുനർജന്മം എന്നൊരു സങ്കല്പം ഭാരതത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച്, അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് നമുക്ക് തുടർ വീഡിയോകളിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 ഘടകങ്ങളിൽ ഒന്നാമത്തത് ജീവൻ്റെ തുടർച്ച, അങ്ങനെ പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്, മനസ്സിലാക്കുന്നതാണ് ജീവൻ്റെ തുടർച്ച അല്ലെങ്കിൽ പുനർജന്മം. രണ്ടാമതായിട്ട് ആത്മാവ്, മൂന്നാമതായിട്ടാണ് മോക്ഷം. ഈ 3 ഘടകങ്ങളെയും പഠിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്.